ദൈവം തന്ന പൂവേ അടുത്ത പാർട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഒരു പാർട്ട് കൂടെ സ്റ്റോറിയുള്ളൂ, അതോടുകൂടി സ്റ്റോറി അവസാനിക്കും. പിറ്റേന്ന് രാവിലെ ജനാലയിലൂടെ വന്ന സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയപ്പോഴാണ് ദീപ്തി ഉണർന്നത്. രാത്രി മുഴുവൻ ഉള്ള ഉള്ളിലെ ആശങ്കകൾ കാരണം ഏറ്റവും വൈകിയാണ് അവൾ ഇന്നലെ ഉറങ്ങിയത്. പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്ന ദീപ്തി അവിടെ കണ്ട കാഴ്ചയിൽ തറഞ്ഞു നിന്നുപോയി. തൻ്റെ കുഞ്ഞടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവിന് മുന്നിൽ ഒരു ഷെഫിനെ പോലെ നിൽക്കുകയാണ് അർജുൻ. അവിടുത്തെ പാത്രങ്ങളൊക്കെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തി വെച്ചിരിക്കുന്നു. ഏലക്കയിട്ട ചായയുടെ സുഗന്ധം അവിടെയാകെ പടർന്നിട്ടുണ്ട്. ദീപ്തിയുടെ ദേഷ്യം പെട്ടെന്ന് ആളിക്കത്തി. അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് കയറി. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എൻ്റെ അടുക്കളയിൽ കയറാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്? ദീപ്തി ശബ്ദം താത്തിയാണെങ്കിലും രോഷത്തോടെ ചോദിച്ചു. അർജുൻ തിരിഞ്ഞൊന്ന് നോക്കി. അവൻ്റെ ചുണ്ടിൽ ആ പതിവ് കുസൃതി ചിരി അപ്പോഴും ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ തവി പിടിച്ചുകൊണ്ട് അർജുൻ ദീപ്തിയെ ഒന്ന് അടിമുടി നോക്കി. ഗുഡ് മോർണിംഗ് ദീപ്തിക്കുട്ടി. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെട്ട ഈ സൗന്ദര്യം പെട്ടെന്ന് കുറയും കേട്ടോ, അവൻ തമാശ പോലെ പറഞ്ഞു. ഇതെൻ്റെ അടുക്കളയാണ്, ഇവിടെ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ദീപ്തി അർജുൻ്റെ കയ്യിലിരുന്ന തവി പിടിച്ചു വാങ്ങാനാഞ്ഞു. അർജുൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ആ ചായപാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ടു. അല്ല ദീപ്തി, നീയായിട്ട് എനിക്കൊന്നും ഉണ്ടാക്കി തരുന്ന ലക്ഷണമില്ല. ഭക്ഷണം ചോദിച്ചാൽ നീ എനിക്ക് വിഷം തരുമോ എന്നുപോലും എനിക്ക് പേടിയുണ്ട്. എൻ്റെ ജീവൻ എനിക്ക് വലുതല്ലേ പെണ്ണേ, അതുകൊണ്ട് ഞാൻ തന്നെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് കരുതി, അർജുൻ പതിയെ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ ജീവനും ജീവിതവും ഒന്നും വേണ്ട. ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി തന്നാൽ മാത്രം മതി. ദീപ്തി പല്ല് കടിച്ചുപോയി. എന്താ ദീപ്തി ഇങ്ങനെ? നോക്ക്, ഞാൻ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്നലെ മോൾക്കുണ്ടാക്കിയതിൽ നിന്ന് ഞാൻ ഒരു കഷ്ണം ചപ്പാത്തി എടുത്ത് കഴിച്ചു. സത്യം പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കല്ലേ ദീപ്തി, നിൻ്റെ കുക്കിങ്ങേ ഒട്ടും പോരാ, അർജുൻ തമാശയോടെ പറഞ്ഞു. ഇന്നെങ്കിലും നിനക്ക് കുറച്ച് നല്ല ഭക്ഷണം എന്ന് കിട്ടട്ടെ എന്ന് കരുതി എൻ്റെ ഈ നല്ല മനസ്സിനെ നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അർജുൻ ചായ ഗ്ലാസ്സിലേക്ക് പകരുന്നതിനിടയിൽ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. പോയി മുഖം കഴുകി വാ, നിനക്കും കുഞ്ഞുലക്ഷ്മിക്കും എൻ്റെ വക ഇന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അവൾ അവനെ തറപ്പിച്ച് നോക്കിയെങ്കിലും ലക്ഷ്മി മോൾ എഴുന്നേറ്റ് വരുന്നത് കണ്ടപ്പോൾ അവൾക്ക് അടങ്ങേണ്ടി വന്നു. നീ ഇങ്ങനെ നോക്കല്ലേ ദീപ്തി, എനിക്ക് നാണാവുന്നു. ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്ന ദീപ്തിയുടെ മുഖം നോക്കിക്കൊണ്ട് അർജുൻ പതിയെ പറഞ്ഞു. അമ്മേ, അച്ഛൻ എന്താ ഉണ്ടാക്കുന്നേ? കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ലക്ഷ്മി മോൾ അടുക്കള വാതിൽക്കൽ വന്നു നിന്നു. അവളുടെ ശബ്ദം കേട്ടതും ദീപ്തി തൻ്റെ ദേഷ്യം ഉള്ളിലൊതുക്കി മുഖത്ത് ഒരു കൃത്രിമ ചിരി വരുത്തി. ആ, മോൾ എഴുന്നേറ്റോ? അച്ഛൻ ഇന്ന് മോൾക്ക് സ്പെഷ്യൽ ദോശയും ചട്നിയും ഉണ്ടാക്കുകയാ. ദീപ്തി മറുപടി പറയുന്നതിന് മുമ്പേ അർജുൻ ചാടി വീണു. അവൻ കുഞ്ഞുലക്ഷ്മിയെ എടുത്ത് അടുക്കളയിലെ സ്ലാബിന് മുകളിൽ ഇരുത്തി. അച്ഛന് പാചകം അറിയാമോ? ലക്ഷ്മി അത്ഭുതത്തോടെ അർജുൻ്റെ മീശയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ദുബായിൽ അച്ഛൻ്റെ ഹോട്ടലിൽ ഷെയ്ഖ് കുമാർ വരെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. മോൾക്ക് അച്ഛൻ ഇന്ന് മാജിക് ദോശ ഉണ്ടാക്കിത്തരാം. അവൻ ദീപ്തിയെ ഒന്ന് നോക്കി പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. ദീപ്തി ദേഷ്യം കൊണ്ട് വിറച്ചു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ ആവോ, അവൾ ഉള്ളിൽ ആശങ്കപ്പെട്ടു. നീ എന്താ അവിടെ നിന്ന് പിറുപിറുക്കുന്നത് ദീപ്തി? മോൾക്ക് വിശക്കുന്നുണ്ടെന്ന് കണ്ടില്ലേ? വേഗം പോയി ആ പ്ലേറ്റുകളൊന്ന് കഴുകിയെടുത്തേ ദീപ്തിക്കുട്ടി. അർജുൻ ഒരു യഥാർത്ഥ ഭർത്താവിനെ പോലെ അധികാരം സ്ഥാപിച്ചു തുടങ്ങി. ദീപ്തിയുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു. തൻ്റെ മോളുടെ സ്നേഹം ഒരു അപരിചിതൻ കവർന്നെടുക്കുന്നത് അവൾക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നു. എന്തൊരു ദയനീയാവസ്ഥയാണ് ദീപ്തിക്ക്. ദാ ലക്ഷ്മി മോളുടെ മാജിക് ദോശ റെഡി. അർജുൻ ഒരു ദോശ പ്ലേറ്റിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി അത് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അർജുൻ അടുത്ത ദോശ ദീപ്തിക്ക് നേരെ നീട്ടി. ദാ ഇത് ദീപ്തിക്ക്, വയർ നിറച്ച് കഴിച്ചോ ദീപ്തി, എന്നാലേ എന്നോട് വഴക്കിടാൻ നിനക്ക് കുറച്ചെങ്കിലും കരുത്തുണ്ടാവും. അർജുൻ നീട്ടിയ പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദീപ്തി അകത്തേക്ക് കയറിയങ്ങ് പോയി. മോളും അർജുനും അവളുടെ ആ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടി. ദീപ്തി അന്ന് കാലിവയറുമായാണ് ജോലിക്ക് പോയത്. വൈകുന്നേരം സ്കൂൾ വിട്ട് ലക്ഷ്മി മോളുടെ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ ദീപ്തിയുടെ ഉള്ളിൽ ഒരു തരം ഭാരമായിരുന്നു.
അർജുനെ വീട്ടിൽ തനിച്ചാക്കിയാണ് ദീപ്തി പോയത്. അവൻ അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നോർക്കുമ്പോൾ അവൾക്കാകെ പരിഭ്രമം തോന്നി. ഒരുമാതിരി കുരുത്തക്കേട് പിടിച്ച പിള്ളേരുടെ ഒരു സ്വഭാവമാണ് അർജുന് എന്ന് തോന്നി ദീപ്തിക്ക്. പറഞ്ഞ വിലയില്ലാത്ത ഒരു വികൃതി ചെറുക്കൻ. പക്ഷേ വീടെത്താറായപ്പോൾ തന്നെ ദീപ്തിയും മോളും സ്തംഭിച്ച് നിന്നുപോയി. അവിടെ ഒരു കൂട്ടം ആളുകൾ കൂടി നിൽക്കുന്നു. പപ്പേട്ടനുണ്ട്, അടുത്ത വീട്ടിലെ രാഘവേട്ടനുണ്ട്, ചായക്കടക്കാരൻ വാസുവേട്ടനുണ്ട്, കത്രീന ചേച്ചിയും ജാനകി അമ്മയും. എല്ലാവരുടെയും നടുവിൽ ഇതാ ഒരു ടീഷർട്ടും ഇട്ട് മുണ്ടും മടക്കി കുത്തിയിരിക്കുന്ന അർജുൻ. അതെ, ഞാൻ പറയുന്നത് വിശ്വസിക്കുക വാസുവേട്ട. അവിടെ ബുർജ് ഖലീഫയുടെ മുകളിൽ നോക്കിയാൽ നമ്മുടെ ഈ തിരുവനന്തപുരം വരെ കാണാം. അർജുൻ കൈയും കാലും ഇളക്കി തട്ടി വിടുന്നത് കേട്ട് ചുറ്റും നിൽക്കുന്നവർ വാ പൊളിച്ച് നിൽക്കുകയാണ്. എൻ്റെ അർജുൻ മോനെ, അപ്പോൾ അവിടുത്തെ ആഹാരമൊക്കെ എങ്ങനെയാ? ജാനകിയമ്മയുടെ ചോദ്യം. ദേ, അവിടുത്തെ റൊട്ടിയൊക്കെ എൻ്റെ അരയോളം വലുപ്പം ഉണ്ടാവും. അവിടുത്തെ അറബികളൊക്കെ കുങ്കുമപ്പൂ ഇട്ട് തിളപ്പിച്ച പാലിലാ കുളിക്കാറ്. തന്നാൽ കൊണ്ട് കഴിയും വിധം അർജുൻ പൊലിപ്പിക്കുന്നുണ്ട്. അവൻ്റെ തള്ളൽ കേട്ടാൽ ദുബായ് കണ്ടുവന്നവരും വിശ്വസിച്ച് പോകുമെന്ന് തോന്നി ദീപ്തിക്ക്. ഇങ്ങനെയും ഭംഗിയായി നുണ പറയാൻ പറ്റുമോ ഒരാൾക്ക്? കുടിച്ച വള്ളത്തിൽ അവനെ വിശ്വസിക്കരുത് എന്ന് ദീപ്തിക്ക് മനസ്സിലായി. പൊടുന്നനെ കുഞ്ഞുലക്ഷ്മി ഓടിച്ചെന്ന് അർജുൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. ആഹാ, എൻ്റെ ലക്ഷ്മി മോൾ വന്നോ? അർജുൻ അവളെ എടുത്തുയർത്തി. നോക്കിയേ ദീപ്തി, ഇവരൊക്കെ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ നമ്മളുടെ വക ആവട്ടെ അല്ലേ? അർജുൻ ദീപ്തിയെ നോക്കി ചോദിച്ചു. ദീപ്തി വിളറിക്കൊണ്ട് തലയാട്ടി. താൻ ഇത്രയും കൊല്ലമായി ഇവിടെ താമസിക്കുന്നു. പക്ഷേ പപ്പേട്ടനോടും ജാനകിയമ്മയോടും ഒഴികെ ഒരാളോടും വലിയൊരടുപ്പത്തിന് ദീപ്തി പോയിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ വന്നിട്ട് 48 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അതിനുള്ളിൽ അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു. ദീപ്തി മോളെ, നിന്റെ ഭാഗ്യം തന്നെയായി മോൻ. എത്ര നല്ല പെരുമാറ്റമാ. ചായക്കടക്കാരൻ വാസുവേട്ടൻ പുകഴ്ത്തുന്നത് കേട്ട് ദീപ്തിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായി. ഇത്രയും നന്മയുള്ള നിങ്ങൾ രണ്ടാളും പിന്നെ എങ്ങനെയാ പിണങ്ങി ഇത്രയും കാലം നിന്നത് എന്നാ ഞങ്ങൾക്ക് അത്ഭുതം. കൂട്ടത്തിൽ ഒരു സ്ത്രീ ദീപ്തിയെ നോക്കി ചോദിക്കവേ അവൾ പരിഭ്രമിച്ചു പോയി. അല്ല അർജുൻ, നിങ്ങൾക്ക് അവിടെ ജോലിയൊന്നുമില്ലേ? ഒന്നിങ്ങ് വന്നേ. ദീപ്തി പല്ല് കടിച്ചുകൊണ്ട് അവനെ വിളിച്ചു. ഇല്ലെങ്കിൽ ഇനിയും ഇവിടെ നിന്നാൽ താൻ നാട്ടുകാരുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും. അർജുൻ പതുക്കെ ദീപ്തിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ജോലിയുണ്ട് ദീപ്തിക്കുട്ടി. നിൻ്റെ ഈ കരിങ്കല്ല് പോലത്തെ മനസ്സൊന്ന് അലിയിച്ചെടുക്കുക എന്ന് വലിയൊരു ജോലി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അർജുൻ സ്വകാര്യമായി പറയവേ ദീപ്തി ഒന്നും ആലോചിക്കാതെ അവൻ്റെ കാലിൽ അങ്ങ് ചവിട്ടി. ഇല്ലാതെ പിന്നെ ദേഷ്യം വരില്ലേ? ഓ! അർജുൻ കാല് പൊക്കി ചാടിക്കൊണ്ട് അവളെ നോക്കി ദഹിപ്പിച്ചു. പപ്പേട്ട, എന്ന രാത്രി കാണാം. ചിലവ് എൻ്റെ വകയാ, മറക്കണ്ടട്ടോ. അർജുൻ ആവേശത്തോടെ എല്ലാവരെയും നോക്കി കൈ വീശി ദീപ്തിക്ക് പിന്നാലെ നടന്നു. അവനൊരു തമാശക്കാരൻ മാത്രമല്ല, തനിക്ക് ചുറ്റുമുള്ളവരെയെല്ലാം കയ്യിലെടുക്കാൻ കഴിവുള്ള അപകടകാരിയായ ഒരു മാന്ത്രികൻ കൂടെയാണെന്ന് അവൾക്ക് ബോധ്യമായി. അന്ന് രാത്രി കുഞ്ഞുലക്ഷ്മിയും ദീപ്തിയും മാത്രം അത്രയും നിശബ്ദമായി സ്നേഹിച്ച് ജീവിച്ചിരുന്ന ആ വീട് ആളുകളുടെ ബഹളം കൊണ്ട് നിറഞ്ഞു. ചിരിയും കളിയും പാട്ടും മേളവും ആരവവുമായി അർജുൻ ആ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കുഞ്ഞുലക്ഷ്മിയെ ഇത്രയും സന്തോഷത്തോടെ താൻ കണ്ടിട്ടില്ലെന്ന് ഓർത്തുപോയി ദീപ്തി. താൻ നല്ലൊരു അമ്മ ആയിരുന്നില്ലേ? തന്നെ കൊണ്ട് തൻ്റെ മോളെ പൂർണ്ണമായും സന്തോഷിപ്പിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ദീപ്തി സ്വയം ചിന്തിച്ചു. ആ ചിന്തകൾ കാട് കയറിയപ്പോൾ താൻ നല്ലൊരു അമ്മ അല്ല എന്ന് ദീപ്തി തന്നെ വിധിയെഴുതി. അവൾ തന്നെ നല്ലൊരു അമ്മ ആവാൻ സാധിക്കാത്തതിൽ സ്വയം കുറ്റപ്പെടുത്തി തുടങ്ങി. അന്ന് രാത്രി ഹാളിൽ അർജുനൊപ്പം കിടന്ന കുഞ്ഞുലക്ഷ്മിയെ ദീപ്തി തന്നാൽ കഴിയും വിധം തൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു വിളിച്ചു. പക്ഷേ കുഞ്ഞുലക്ഷ്മിക്ക് അച്ഛൻ്റെ ഒപ്പം കിടക്കണമത്രേ. അവൾക്ക് അച്ഛൻ്റെ പാട്ട് കേൾക്കണമത്രേ. അവൾക്ക് അമ്മയോടൊപ്പം കിടക്കണ്ടത്രേ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് അമ്മയെയും വേണ്ടാതാവുമോ? ദീപ്തി ചിന്തിച്ചു പോയി. ഉള്ളിൽ ഒരു ഭാരം വന്ന് നിറയുന്ന പോലെ ആ ഭാരവും പേറിയിട്ടാണ് ദീപ്തി ഉറങ്ങാൻ പോയതും. കലങ്ങിയ കണ്ണുകളോടെ തൻ്റെ മുറിയിലേക്ക് നടക്കുന്ന ദീപ്തിയെ കാണെ അർജുൻ്റെ ചുണ്ടിൽ ചെറിയൊരു വിജയച്ചിരി വന്ന് നിറഞ്ഞു. അവൻ തൊട്ടടുത്ത നിമിഷം ആദിത്യനെ വിളിച്ചു. ഹലോ, എന്താടാ? ആദിയുടെ സ്വരത്തിൽ ആകാംക്ഷ. കാര്യങ്ങളൊക്കെ നമ്മളുടെ വഴിക്ക് തന്നെയാണ് നടക്കുന്നത് ആദിത്യ. അർജുൻ അവന് ആത്മവിശ്വാസം പകർന്നു. ആദി,
അടുത്ത ഘട്ടം തുടങ്ങാൻ നേരമായി. ഞാൻ പറഞ്ഞതുപോലെ നാളെ അവർ ഇവിടെ എത്തണം. അർജുൻ ആദിയോട് പറഞ്ഞു. ഓക്കെ, ഞാൻ വേണ്ടത് ചെയ്യാം. ആദിത്യൻ വാക്കു കൊടുത്തുകൊണ്ട് ഫോൺ വെച്ച് കളഞ്ഞു. പിറ്റേന്ന് രാവിലെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ദീപ്തി ഞെട്ടി ഉണർന്നത്. അവൾ ക്ലോക്കിലേക്കൊന്ന് നോക്കി. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഉറക്കവും ജീവിതവുമെല്ലാം താളം തെറ്റി തുടങ്ങിയെന്ന് ദീപ്തിക്ക് തോന്നി. ഇല്ലെങ്കിൽ 5 മണിക്ക് മുമ്പേ ഉണരുന്നതാണ് ദീപ്തി. മുറിയിൽ നിന്ന് ഹാളിലേക്ക് കടക്കുമ്പോഴേ അടുക്കളയിൽ നിന്നും ശബ്ദം കേൾക്കാം. മോളും അർജുനും എഴുന്നേറ്റ് വന്ന് ദീപ്തിക്ക് മനസ്സിലായി. ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവെ 10 മണി കഴിഞ്ഞാലും എഴുന്നേൽക്കാൻ മടിയുള്ള ആളാണ് കുഞ്ഞുലക്ഷ്മി. അവൾക്കും പുതിയ പുതിയ ശീലങ്ങളായി. ദീപ്തി നെടുവീർപ്പിട്ടു. അപ്പോഴേക്കും പുറത്തെ ബെൽ മുഴങ്ങുന്നതിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നു. വാതിൽ തുറന്ന ദീപ്തി ശരിക്കും അമ്പരന്നുപോയി. സ്വപ്നത്തിൽ പോലും ഇനി ഒരിക്കൽ പോലും കാണുമെന്ന് കരുതാത്ത ആ മുഖങ്ങൾ, തൻ്റെ അമ്മയും ചേച്ചിയും. എൻ്റെ മോളെ ദീപ്തി. അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ദീപ്തിയെ കെട്ടിപ്പിടിച്ചു. ദീപ്തി മരവിച്ച് നിന്നുപോയി. പണ്ട് ചേച്ചിയുടെ ഭർത്താവ് ഇവൾ ഈ കുഞ്ഞുമായി ഇവിടെ നിന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ജീവിതമോ തുലഞ്ഞു, ഇനി നിന്റെ ചേച്ചിയുടെ കൂടെ ജീവിതം നശിപ്പിക്കുമോ എന്ന് ചോദിച്ച അതേ അമ്മയാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെ പുണർന്നു നിൽക്കുന്നത്. അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് നൽകാൻ തയ്യാറായ തന്നെ അന്ന് എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തി. പക്ഷെ അച്ഛൻ മരിച്ചതോടെ അവൾക്ക് താൻ വെറുമൊരു ബാധ്യത മാത്രമായിരുന്നു. നീ എന്തിനാ മോളെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നത്? ഞങ്ങൾ നിന്നെ എത്ര തിരഞ്ഞു എന്നറിയാമോ? ചേച്ചിയുടെ ചോദ്യത്തിൽ ദീപ്തി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ദീപ്തിയുടെ കണ്ണുകളിൽ കനൽ ജ്വലിച്ചു. തിരഞ്ഞോ? എന്തിന്? ഇനിയും എന്നെ അപമാനിക്കാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? അച്ഛൻ മരിക്കുന്ന സമയത്ത് പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ എന്നെ അനുവദിച്ചോ നിങ്ങൾ? അടിച്ചിറക്കിയതല്ല എന്നെ അവിടെ നിന്ന് നിങ്ങൾ. ദീപ്തിയുടെ കണ്ണുകളിൽ നിന്നും കനൽ പൊട്ടുകൾ തെറിച്ചു. അതൊക്കെ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതല്ലേ ദീപ്തി. എല്ലാം നീ മറക്കണം. നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വരണം. നിന്നെ കൂട്ടാൻ വേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അമ്മ വീണ്ടും കണ്ണീരൊഴുക്കി. ഇതൊക്കെ കേട്ടുകൊണ്ട് കുഞ്ഞിനെയും എടുത്ത് അടുക്കളയിൽ നിന്നും അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ മുഖത്ത് ഒരു ഗൂഢമായ പുഞ്ചിരി തെളിഞ്ഞു വന്നു. ദീപ്തിക്ക് അന്നേരം അറിവില്ലായിരുന്നു ഇതിനെല്ലാം പിന്നിൽ ആദിത്യനാണെന്ന്. അവരെ പണം നൽകി വിലക്കെടുത്തതും ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് ദീപ്തിയെ തകർക്കാൻ വിട്ടതും ആദിയാണെന്ന്. വീട്ടുകാർ ദീപ്തിയെ അംഗീകരിക്കാൻ തയ്യാറായാൽ അവൾക്ക് ജീവിക്കാനുള്ള വലിയൊരു തുകയും കൂടെ കൊടുത്താൽ ദീപ്തി ഒരു പക്ഷേ കുഞ്ഞുലക്ഷ്മിയെ ഉപേക്ഷിച്ചു പോവാൻ തയ്യാറാവുമെന്ന് ആദിക്ക് ബുദ്ധി ഉപദേശിച്ചത് അർജുൻ തന്നെയായിരുന്നു. ചേച്ചി, നിങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നത്? എനിക്ക് ആരുടെയും സഹായം വേണ്ട, ദീപ്തി ഉറച്ചു പറഞ്ഞു. പെട്ടെന്ന് അർജുൻ ഇടയിൽ കയറി. അതെന്താ ദീപ്തി അങ്ങനെ പറയുന്നത്? സ്വന്തം അമ്മയും ചേച്ചിയും തെറ്റുകൾ തിരുത്തി വരുമ്പോൾ നീ അവരെ സ്വീകരിക്കണ്ടേ? ദീപ്തി അർജുനെ സംശയഭാവത്തിൽ ഒന്ന് നോക്കി. മോളെ നീ വാ. മോളില്ലാതെ അമ്മ ഇത്രയും കാലം വീർപ്പ് മുട്ടി ജീവിക്കുകയായിരുന്നു. ദീപ്തിക്ക് ശരിക്കും ശ്വാസം മുട്ടുകയായിരുന്നു. സ്നേഹത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു വന്ന ആ ചതിയെ എങ്ങനെ നേരിടണം എന്നറിയാതെ അവൾ തകർന്നു നിന്നു. അമ്മയുടെയും ചേച്ചിയുടെയും അഭിനയം അതിരിവിട്ടപ്പോൾ ദീപ്തിയുടെ നിയന്ത്രണവും വിട്ടുപോയി. അവൾ തൻ്റെ തോളിലിരുന്ന അമ്മയുടെ കൈകൾ തട്ടിമാറ്റി. മതി, നിർത്തിക്കോ നിങ്ങളുടെ ഈ നാടകം. ദീപ്തിയുടെ ശബ്ദം ആ കൊച്ചുമുറിയിൽ മുഴങ്ങി. ദീപ്തി, നീ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. അമ്മ വീണ്ടും കൈകൾ നീട്ടി. കൂട്ടിക്കൊണ്ടു പോകാനോ? എങ്ങോട്ട്? അന്നാ മഴയത്ത് ഈ കുഞ്ഞിന് 20 ദിവസം പ്രായമുള്ളപ്പോൾ നിങ്ങൾ അടിച്ചിറക്കിയ ആ വീട്ടിലേക്കോ? ദീപ്തി വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു. അമ്മയും ചേച്ചിയും ഒന്ന് പതറി. പക്ഷെ ദീപ്തി നിർത്തിയില്ല. 5 വർഷമായി ഉള്ളിൽ അടക്കി പിടിച്ച കനൽ ഓരോന്നായി അവൾ പുറത്തെടുത്തു തുടങ്ങിയിരുന്നു. അച്ഛൻ്റെ ഓപ്പറേഷന് പണമില്ലാതെ ഞാൻ നെട്ടോട്ടോടിയപ്പോൾ ഒരു പെണ്ണ് വിചാരിച്ച പണം ഉണ്ടാക്കാൻ വഴികൾ പലതുണ്ട് എന്ന് എന്നെ ഉപദേശിച്ചത് ഇതാ ഈ നിൽക്കുന്ന ചേച്ചിയല്ലേ. എൻ്റെ ഗർഭപാത്രം ഞാൻ മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകിയത് ആ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിരുന്നു. ദീപ്തിയുടെ വാക്കുകൾ കേട്ട് അർജുൻ്റെ മുഖത്തെ നേർത്ത ചിരി മാഞ്ഞുപോയി. അവൻ ഗൗരവത്തോടെ അവളെ നോക്കി നിന്നു. 10-20 ദിവസം പ്രായമുള്ള ഈ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചു. ഒരു രാത്രി മാത്രം വരാന്തയിൽ കിടക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. അന്നത്തെ ആ തണുപ്പത്ത് ഈ കുഞ്ഞിന് ശ്വാസം കിട്ടാതെ വിറച്ചപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എൻ്റെ കുഞ്ഞുലക്ഷ്മിയെ കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിൽ ഇട്ടു വരാൻ അല്ലേ? അന്ന് അമ്മ എവിടെയായിരുന്നു? മിണ്ടാതെ അകത്ത് പോയി വാതിലടക്കുകയായിരുന്നില്ലേ?
ദീപ്തിയുടെ നെഞ്ചിൽ നിന്നും ഒരു വലിയ വിതുമ്പൽ പുറത്തു വന്നു. ഒരു തുള്ളി പാല് കൊടുക്കാൻ പോലും എനിക്ക് കരുത്തില്ലായിരുന്നു. പട്ടിണി കിടന്ന് ശരീരം തളർന്നപ്പോൾ ഈ കുഞ്ഞിനെ നോക്കി ഞാൻ എത്ര രാത്രികൾ കരഞ്ഞു തീർത്തിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? അന്ന് തിരിഞ്ഞു നോക്കാത്തവർക്ക് ഇന്ന് എന്തിനാ എന്നെയും എൻ്റെ മോളെയും? പറയൂ. ദീപ്തി അലറിക്കരഞ്ഞുപോയി. പറ ആദിത്യൻ സാറ്, എത്ര രൂപയാ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്? ദീപ്തി അതിനകം അവരുടെ വരവിൻ്റെ കാരണം ഊഹിച്ചെടുത്തിരുന്നു. അമ്മയും ചേച്ചിയും മറുപടി പറയാനാവാതെ തലകുനിച്ച് നിന്നുപോയി. ദീപ്തി അർജുനെ ഒന്ന് നോക്കി. നിങ്ങൾ വിചാരിച്ചത് ഇവരെ കണ്ട ഞാൻ വീഴുമെന്നാണോ? ഇല്ല, ഇവരേക്കാൾ വലിയ ശത്രുക്കൾ എനിക്ക് വേറെ ഇല്ല. ഇവർക്കൊപ്പം പോകുന്നതിനേക്കാൾ ഭേദം എൻ്റെ കുഞ്ഞുമായി ഞാൻ ചാവുന്നതാണ്. ദീപ്തി തളർന്ന് താഴെയിരുന്നു പോയി. അവളുടെ ആ രൂപമാറ്റം കണ്ട് ലക്ഷ്മി മോൾ പേടിയോടെ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അന്ന് ഈ കുഞ്ഞിന് കഠിനമായി പനി വന്നപ്പോൾ ഒരു കുപ്പിമരുന്നിന് പണമില്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് നിന്നത് ഓർമ്മയുണ്ട് അമ്മേ? അന്ന് അമ്മ എന്നെ നോക്കി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അവിഹിതമായി ഉണ്ടായതിന് ചാവാനല്ലാതെ വേറെ എന്തിനാ വിധിയെന്ന്. എൻ്റെ കുഞ്ഞ് അവിഹിതത്തിൻ്റെ ബാക്കിയല്ല അമ്മേ. അച്ഛൻ്റെ ആയുസ് നീട്ടാൻ വേണ്ടി സ്വന്തം ശരീരം വിറ്റൊരു പെണ്ണിൻ്റെ രക്തമാണിത്. ആ അച്ഛൻ മരിച്ചപ്പോൾ അന്ത്യകർമ്മം ചെയ്യാൻ പോലും എന്നെ നിങ്ങൾ അനുവദിച്ചില്ല. ദീപ്തി തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ കണ്ണുനീർ ലക്ഷ്മിയുടെ കുഞ്ഞു ദേഹത്ത് വീണ് നനഞ്ഞു. അന്ന് ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഇരുന്ന് നേരം വെളുപ്പിച്ചു ഞാൻ. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും തരാതെ എന്നെ ആട്ടി ഓടിച്ച നിങ്ങളെ എനിക്ക് പേടിയാണ്. ഇനിയും എന്നെ കൊല്ലാൻ വേണ്ടിയാണോ നിങ്ങളൊക്കെ വന്നത്? ദീപ്തിയുടെ അമ്മയുടെയും ചേച്ചിയുടെയും മുഖം വിളറിപ്പോയി. അവർക്കറിയാമായിരുന്നു ദീപ്തി പറയുന്ന ഓരോ വാക്കും സത്യമാണെന്ന്. പക്ഷെ ആദിത്യൻ വാഗ്ദാനം ചെയ്ത പണം അവരുടെ കണ്ണുകളെ ഇരുട്ടിലാക്കിയിരുന്നു. അർജുൻ ദീപ്തിയെ തന്നെ നോക്കി. അവൻ ആദിത്യനെ സഹായിക്കാൻ വന്നവനാണ്. പക്ഷെ ദീപ്തിയുടെ ഈ കനൽ പൊതിഞ്ഞ വാക്കുകൾ അർജുൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു നോവുണ്ടാക്കി. അധികാരവും പണവും കൊണ്ട് ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് എത്ര ക്രൂരമാണെന്ന് അർജുൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അർജുൻ. ദീപ്തി അർജുനെ നോക്കി. അവളുടെ കണ്ണുകളിലെ ആ വെറുപ്പും സങ്കടവും അർജുനെ പിടിച്ചുലച്ചു. നിങ്ങളുടെ പദ്ധതിയായിരിക്കും ഇതല്ലേ അല്ലേ? ആ അടുക്കളയിൽ വെട്ടുകത്തി ഇരിപ്പുണ്ട്. എന്നെ ഒറ്റ വെട്ടിനെ ഇവിടെ ഇട്ട് തീർത്തിട്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞുമായി പോയിക്കോ. എന്നാലും ഇവർക്ക് എന്നെ ഇട്ട് കൊടുക്കല്ലേ. മരവിച്ചിരിക്കുകയാണ് ദീപ്തി. ഒരു തുള്ളി കണ്ണുനീർ പോലും അവളിൽ നിന്ന് വീഴുന്നില്ല. ദീപ്തി മതി, നിർത്ത്. അർജുൻ്റെ സ്വരം ആദ്യമായി ഇടറി. അർജുൻ ആ രംഗം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ആദിത്യൻ പറഞ്ഞ കഥയിൽ ദീപ്തി സ്വന്തം ഇഷ്ടത്തിന് ആ വീട് വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ദീപ്തി അവിടെ ഇറക്കി വിട്ടതാണ്. അർജുൻ അത് മനസ്സിലായി. അവൻ ആ ഹാളിൻ്റെ ജനാലക്കൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു. അർജുൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ അപ്പുറത്ത് കാര്യങ്ങൾ അറിയാൻ അക്ഷമനായി കാത്തിരിക്കുകയാണ്. പക്ഷെ അർജുൻ ഇപ്പോൾ ആ ഫോൺ എടുക്കാൻ തോന്നുന്നില്ല. താൻ ഒരു വലിയ ചതിയുടെ ഭാഗമാണെന്ന സത്യം അവനെ വേട്ടയാടാൻ തുടങ്ങി. ദീപ്തി തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പുന്നത് കണ്ടപ്പോൾ ഏത് അധികാരത്തേക്കാളും വലുത് ഒരു അമ്മയുടെ കണ്ണുനീരാണെന്ന് അർജുന് തോന്നി. അമ്മേ, കരയല്ല അമ്മേ. ലക്ഷ്മി മോൾ ദീപ്തിയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ദീപ്തി തറയിലിരുന്ന് ശ്വാസം കിട്ടാതെ വിറക്കുന്നുണ്ടായിരുന്നു. 5 വർഷത്തെ നീറ്റൽ മുഴുവൻ വാക്കുകളായി പുറത്തു വന്നപ്പോൾ അവളാകെ തളർന്നു പോയിരുന്നു. ലക്ഷ്മി മോൾ അമ്മയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ദയനീയമായി അർജുനെ ഒന്ന് നോക്കി. അർജുൻ ദീപ്തിയുടെ അമ്മയുടെയും ചേച്ചിയുടെയും നേരെ തിരിഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ അഗ്നിയായിരുന്നു. നിങ്ങളൊരു മനുഷ്യരാണോ? അർജുൻ്റെ ശബ്ദം മുരണ്ടു. സ്വന്തം ചോരയെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇന്ന് കുറച്ച് പണം കണ്ടപ്പോൾ സ്നേഹം അഭിനയിച്ച് വന്നിരിക്കുന്നു. ദീപ്തി പറഞ്ഞത് സത്യമാണോ? ആ കൈക്കുഞ്ഞിനെ നിങ്ങൾ കൊന്നുകളയാൻ പറഞ്ഞോ? ദീപ്തിയെ നിങ്ങൾ സ്വയം ഇറക്കി വിട്ടതാണോ? അർജുൻ്റെ ആ ഭാവത്തിൽ ദീപ്തിയുടെ അമ്മയും ചേച്ചിയും പേടിച്ചു വിറച്ചു. അർജുൻ്റെ ഈ ഭാവമാറ്റം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സാറേ, അന്ന് ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ചേച്ചി എന്തോ പറയാൻ ശ്രമിച്ചു. മിണ്ടിപ്പോവരുത്, അർജുൻ അലറി. ഇറങ്ങി പോണം ഇവിടുന്ന് ഇപ്പോൾ തന്നെ. ഇനി മേല ഈ പടിക്കൽ നിങ്ങളെ കണ്ടുപോകരുത്. കണ്ടാൽ. അർജുൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടി. അർജുൻ്റെ രൗദ്രഭാവം കണ്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കാതെ താഴേക്കൂടി. അർജുൻ പതുക്കെ ദീപ്തിയുടെ അടുത്തേക്ക് വീണ്ടും തിരിഞ്ഞു. ലക്ഷ്മി മോൾ അപ്പോഴും പേടിയോടെ അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ദീപ്തി, മാപ്പ്. അർജുൻ തലകുനിച്ചു.
നിന്റെ ജീവിതം ഇത്രയും വലിയൊരു പോരാട്ടമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ആദ്യം എന്നോട് പറഞ്ഞത് നിന്റെ വീട്ടുകാർ നിന്നെ കാണാതെ വിഷമിക്കുകയാണെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ. അർജുൻ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ ദീപ്തി അവനു നേരെ വിരൽ ചൂണ്ടി. മിണ്ടരുത്. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അർജുൻ ആ നോട്ടത്തിൽ പരിഭ്രമിച്ചു പോയി. ദീപ്തി ഞൊടിയിടയിൽ മോളെയും കൊണ്ട് ആ മുറിയിൽ കയറി വാതിലടച്ചു. ദീപ്തി വാതിലടച്ച ഉടനെ അർജുൻ ഫോൺ പിന്നെയും ശബ്ദിച്ചു. സ്ക്രീനിൽ ആദിത്യൻ്റെ പേര് തെളിഞ്ഞു. അർജുൻ ഫോൺ എടുത്ത് കാതിനോട് ചേർത്തു. അവൻ്റെ നോട്ടം അപ്പോഴും ആ അടഞ്ഞ വാതിലിലേക്കായിരുന്നു. ആദി, ആ പ്ലാൻ പാളിപ്പോയടാ. ഇനി അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് വേറെ വഴി നോക്കാം. അർജുൻ ഒറ്റ വരിയിൽ ഉത്തരമൊതുക്കി ഫോൺ വെച്ചു. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ലക്ഷ്മി മോൾ. ആദിത്യൻ്റെ വീട്ടിലെത്തണം. അർജുൻ ദീപ്തിയിലേക്ക് ചായുന്ന തൻ്റെ മനസ്സിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം ആ അടഞ്ഞ വാതിൽ പിന്നെയും തുറന്നു. അവൾ പതുക്കെ അർജുനരികിലേക്ക് വന്നു. ഭയത്തിൻ്റെ വിറയാർന്ന രൂപമായിരുന്നില്ല ദീപ്തിക്ക് അന്നേരം. പകരം തൻ്റെ കുഞ്ഞിനു വേണ്ടി ഏതറ്റം വരെയും പോവാൻ തയ്യാറായ ഒരു പെണ്ണിൻ്റെ നിശ്ചയദാർഢ്യം ആ മുഖത്ത് തെളിഞ്ഞു വന്നു. അവൾ ലക്ഷ്മി മോളെ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി അർജുന് നേരെ ഒരടി മുന്നോട്ട് വെച്ചു. അവളുടെ കണ്ണുകളിലെ ആ കനൽ കണ്ട് അർജുൻ ഒരു നിമിഷം പുരികം ചുളിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി വലിയ പ്ലാനുകൾ തയ്യാറാക്കിക്കോ. ദീപ്തിയുടെ സ്വരം അസാധാരണമാം വിധം ശാന്തമായിരുന്നു. പക്ഷെ ആ വാക്കുകൾക്ക് ചാട്ടുളിയുടെ മൂർച്ചയുണ്ടായിരുന്നു. പക്ഷെ ഒന്നോർത്തോ, എൻ്റെ കുഞ്ഞിനെ തൊടണമെങ്കിൽ എൻ്റെ ശവത്തിന് മുകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. അർജുൻ ഒന്നും മിണ്ടാതെ ദീപ്തിയെ തന്നെ നോക്കി നിന്നു. ആദിത്യൻ സാറിന് അധികാരമുണ്ടാവും, പണമുണ്ടാവും, നിങ്ങൾക്ക് കൂർമ്മബുദ്ധിയും ഉണ്ടാവും. പക്ഷേ എനിക്ക് മനോധൈര്യം ആവോളമുണ്ട്. 10 മാസം ചുമന്നതും അവൾക്ക് വേണ്ടി പട്ടിണി കിടന്നതും ഈ ഞാനാണ്. അന്ന് ആദിത്യൻ വഴിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ ആ കുഞ്ഞ് ഇന്നെൻ്റെ ശ്വാസമാണ്. എൻ്റെ ശ്വാസം നിലക്കാതെ ആർക്കും അവളെ എന്നിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതെൻ്റെ വെല്ലുവിളിയാണ്. ദീപ്തി അർജുൻ്റെ കണ്ണിലേക്ക് നോക്കി വിരൽ ചൂണ്ടി. നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്തുമാവട്ടെ, നിയമമായാലും ചതിയായാലും ഇതിലും വലിയ നരകയാതനകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടു തരുന്നതിനേക്കാൾ നല്ലത് ഞാൻ ചാവുന്നതാ. ദീപ്തിയുടെ ആ വാക്കുകൾ കേട്ട് അർജുൻ്റെ മുഖം ഇരുണ്ടു. അർജുൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്ത് ആ പഴയ പരിഹാസച്ചിരി തിരിച്ചു വന്നു. ദീപ്തിയുടെ ആക്രോശവും വെല്ലുവിളിയും അവനെ തെല്ലും കുലുക്കിയ ഭാവമില്ലായിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു. ആഹാ, കൊള്ളാമല്ലോ ദീപ്തിക്കുട്ടി. അവൻ കൈകൾ കെട്ടി അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി. നിന്റെ ഈ കോപവും ആ കണ്ണിലെ കനലുമൊക്കെ കാണാൻ നല്ല ചേലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെപ്പോലെയുള്ള പ്രതിയോഗികളെയാണ് ഇഷ്ടം. ഈ പേടിച്ച് വിറച്ച് കരയുന്ന പെണ്ണുങ്ങളെ തോൽപ്പിക്കാൻ വലിയ രസമില്ല. പക്ഷെ നിന്നെപ്പോലെ ഇങ്ങനെ തൻ്റെയിടം കാട്ടുന്നവരെ വീഴ്ത്തുമ്പോൾ കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ദീപ്തി അർജുനെ വെറുപ്പോടെ നോക്കി. നീ വെല്ലുവിളിച്ച സ്ഥിതിക്ക് കളി ഇനി ഇത്തിരി കൂടി ഉഷാറാക്കാം. അർജുൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ നിന്റെ കുഞ്ഞിനെ പിടിച്ചു നിർത്താൻ നോക്ക്. ഞാൻ അവളെ ആദ്യയുടെ അടുത്ത് എത്തിക്കാൻ നോക്കാം. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണണ്ടേ. എന്നാലും നിന്റെ ഈ ആത്മവിശ്വാസം എനിക്ക് ബോധിച്ചു കേട്ടോ. അവൻ ഒന്നുകൂടെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ശരി, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അർജുൻ അതും പറഞ്ഞ് കൂളായി പടികൾ ഇറങ്ങിപ്പോയി. അവൻ പോകുന്നതും നോക്കി ദീപ്തി തളർന്ന് വാതിലിൽ ചാരി നിന്നു. അവൻ്റെ ആ വെല്ലുവിളി അവളുടെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകിയിരുന്നു. ഇത്രയും നിസ്സാരമായി കാര്യങ്ങളെ കാണുന്ന ഇവർ ഇനി എന്ത് ചതിയായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത്. താഴെ അർജുൻ വണ്ടിയിലേക്ക് കയറുന്നത് കണ്ട പപ്പേട്ടൻ ഓടി വന്നു. എന്താ മോനെ ഈ നേരത്ത്? എങ്ങോട്ടാ? ഒന്നുമില്ല പപ്പേട്ട, ചെറിയൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അർജുൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം അവൻ കണ്ണാടിയിലൂടെ മുകളിലെ ആ ജനാലയിലേക്ക് നോക്കി. അവിടെ ദീപ്തിയുടെ നിഴൽ തെളിയുന്നുണ്ടായിരുന്നു അന്നേരവും. ദീപ്തിയുടെ വെല്ലുവിളി അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ വെറുതെ പറയുകയല്ലെന്നും തൻ്റെ കുഞ്ഞിനു വേണ്ടി ജീവൻ നൽകാൻ പോലും അവൾ മടിക്കില്ലെന്നും അർജുന് മനസ്സിലായി. അർജുൻ ഫോണെടുത്ത് ആദിത്യനെ ഒരിക്കൽ കൂടെ വിളിച്ചു. ആദി, കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമാകില്ല. അവൾ നമ്മളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ കരുതിയതിനേക്കാൾ വലിയ അപകടകാരിയായി ദീപ്തി മാറും അവളുടെ കുഞ്ഞിന് വേണ്ടി. അർജുൻ ആദിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ആദിക്ക് വേണ്ടി 5-6 വർഷങ്ങൾ നരകയാതന അനുഭവിച്ച തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനു വേണ്ടി അർജുൻ തൻ്റെ മനസ്സ് കല്ലാക്കിയിരിക്കുന്നു. പിന്നീടുള്ള 2 ആഴ്ചത്തോളം കാലം അർജുനും ദീപ്തിയും തമ്മിൽ നേരിട്ട് ഒരു പോരാട്ടങ്ങളും ഉണ്ടായില്ല. സ്റ്റേജിൽ നിൽക്കുമ്പോൾ മിത്രയുടെ കണ്ണുകൾ ആ കുഞ്ഞിൽ തന്നെ ഉടക്കി നിൽക്കുകയായിരുന്നു.
ഒരു സ്കൂളിലെ പ്രോഗ്രാമിന് വന്നതാണ് മിത്ര. അന്നേരമാണ് തനിക്ക് പൂച്ചെണ്ടുമായി വന്ന പെൺകുട്ടിയെ മിത്ര ശ്രദ്ധിക്കുന്നത്. ഇതേപോലെ പല പരിപാടികളിലായി ഒരു സിനിമാ താരം എന്ന നിലയിൽ ആയിരക്കണക്കിന് കുട്ടികളെ താൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ കുഞ്ഞിൻ്റെ നോട്ടത്തിൽ എന്തോ ഒന്ന് തന്നെ പിടിച്ചു നിർത്തുന്നത് പോലെ മിത്രക്ക് തോന്നി. പക്ഷേ വന്നിട്ട് ഇത്രയും നേരത്തിനിടയിൽ പിന്നെ ഒരിക്കൽ കൂടെ ആ പെൺകുട്ടിയെ മിത്ര കണ്ടിട്ടില്ല. പക്ഷെ കുഞ്ഞിലക്ഷ്മി അവളെ കാണുന്നുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയാ ആൻറ്റിയെ കാണാൻ എന്ന് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ടി വിയിൽ ആൻറ്റിയുടെ പാട്ട് വന്നാൽ അമ്മ അപ്പോൾ മാറ്റിക്കളയും. അമ്മ കാണില്ല, ഒപ്പം തന്നെയും കാണാൻ സമ്മതിക്കില്ല, കുഞ്ഞിലക്ഷ്മി ഓർത്തു. അന്നത്തെ ആ പരിപാടിക്ക് ശേഷം മിത്രയുടെ മനസ്സിൽ അപ്പാടെ ആ നീലക്കണ്ണുള്ള പെൺകുട്ടിയായിരുന്നു. എത്രയോ കാലങ്ങളായി മിത്ര അതേപോലൊരു പെൺകുട്ടിയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം നഗരത്തിലെ ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ വെച്ച് മിത്ര തൻ്റെ ബോഡി ഗാർഡ്സിനൊപ്പം ഒരു ഷോപ്പിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. എപ്പോഴോ നോട്ടം തെറ്റിയപ്പോൾ തിരക്കിനിടയിലൂടെ ഒരു കയ്യിൽ ഐസ്ക്രീമും മറുകൈയിൽ അമ്മയുടെ വിരലുകളും കോർത്തു പിടിച്ചു വരുന്ന ലക്ഷ്മിയെ മിത്ര പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ദൂരെ എവിടെയോ നോക്കി നിൽക്കുകയായിരുന്ന ദീപ്തി പക്ഷേ മിത്രയെ കണ്ടില്ല. പക്ഷേ മിത്രയുടെ കണ്ണുകൾ ഒരു നിമിഷം കുഞ്ഞുലക്ഷ്മിയെയും കടന്ന് ദീപ്തിയുടെ മുഖത്ത് ഉടക്കി നിന്നു. 5-6 വർഷം മുമ്പ് തൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ആ പെൺകുട്ടി. മിത്രയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ദീപ്തി ചേച്ചി എന്നും വിളിച്ച് തൻ്റെ പിന്നാലെ നടന്നിരുന്നവൾ, കുസൃതി നിറഞ്ഞ അവളുടെ ചിരി, നിഷ്കളങ്കമായ ദീപ്തിയുടെ പെരുമാറ്റം, ദീപ്തിയെക്കുറിച്ച് ഓരോന്നും മിത്രയുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. കുറ്റബോധം അവളുടെ ഹൃദയത്തെ കാർന്നു തുടങ്ങി. ഒരിക്കൽ രമ്യ ഡോക്ടർ തന്നെ വിളിച്ചിരുന്നു. ആദ്യത്തിന് ഉപേക്ഷിച്ച അന്ന് ലക്ഷ്മി ഡോക്ടർ വിളിച്ചിരുന്നു. ദീപ്തിയെയും കുഞ്ഞിനെയും കൈവിടരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തനിക്കന്ന് സഞ്ജയ് ആയിരുന്നു ലോകം. അതുകൊണ്ട് തന്നെ ദീപ്തിയെയും ആ കുഞ്ഞിനെയും താൻ കണ്ടില്ലെന്ന് നടിച്ചു. രമ്യ ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ഇട്ടുകൊടുത്തു. ദീപ്തിയോട് അത് എടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പറയാൻ പറഞ്ഞു. പക്ഷേ ആ തുക 10 ദിവസത്തിന് ശേഷം ഡോക്ടർ തന്നെ തിരികെ അയച്ചു. ദീപ്തിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞെന്ന്. സത്യത്തിൽ കാശിനു വേണ്ടി ഇതിനൊരുങ്ങിയ ദീപ്തി ആ കാശ് വേണ്ടെന്ന് വെച്ച് എന്ന് പറഞ്ഞപ്പോൾ തെല്ല ആശ്ചര്യം തോന്നി മിത്രക്കന്ന്. പക്ഷെ പിന്നെ മനഃപൂർവ്വം ദീപ്തിയെപ്പറ്റി ചിന്തിക്കാതെയായി. താൻ വേണ്ടെന്ന് വെച്ച താൻ വെറുപ്പോടെ തള്ളിക്കളഞ്ഞ ആ കുഞ്ഞ്. മിത്രയുടെ നോട്ടം കുഞ്ഞിലക്ഷ്മിയിൽ തന്നെ ഉടക്കി. ദീപ്തി അവളെ ഇത്രയും കാലം തനിച്ച് വളർത്തിയെന്ന സത്യം മിത്രയെ വല്ലാതെ ഉലച്ചുപോയി. ദീപ്തി മോളെയും കൂട്ടി ലിഫ്റ്റിലേക്ക് കയറിപ്പോകുന്നത് വരെ മിത്ര അവിടെ തന്നെ തടഞ്ഞു നിന്നു. ദീപ്തി അവളെ കണ്ടില്ലെങ്കിലും മിത്രയുടെ ലോകം ആ നിമിഷം മാറിമറിഞ്ഞു. മിത്രയുടെ നെഞ്ചിൽ ഒരു വലിയ കല്ല് കയറ്റി വെച്ചതുപോലെ തോന്നി. മിത്രയുടെ മനസ്സ് 5-6 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. ദീപ്തിയുടെയും ആദിത്യൻ്റെയും ജീവിതം തകർത്തതിൽ തനിക്കും വലിയൊരു പങ്കുണ്ടെന്ന സത്യം അവളെ നീറ്റിപ്പുകച്ചു. അന്ന് തനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നറിഞ്ഞപ്പോൾ ആദിത്യനെ നിർബന്ധിച്ച് സറോഗസിക്ക് സമ്മതിപ്പിച്ചത് മിത്രയായിരുന്നു. പക്ഷേ പിന്നീടാണ് താനും സഞ്ജയുമായി അടുപ്പത്തിലാവുന്നത്. എന്നാൽ മിത്രയുടെ ജീവിതവും അത്ര സുഖകരമായിരുന്നില്ല. ആദിത്യനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം അവൾ സഞ്ജയ് എന്നൊരാളെ പ്രണയിച്ചിരുന്നു. ആദിത്യനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സഞ്ജയ് മിത്രയെ വിശ്വസിപ്പിച്ചു. പ്രണയത്തിൻ്റെ പേരിൽ മിത്രയുടെ സമ്പാദ്യവും ആഭരണങ്ങളും സിനിമയിൽ നിന്ന് കിട്ടിയ പണവും സഞ്ജയ് തന്ത്രപരമായി കൈക്കലാക്കി. ഒടുവിൽ മിത്രയെ കടക്കെണിയിൽ ഉപേക്ഷിച്ച് അവൻ മറ്റൊരു പെണ്ണിനൊപ്പം രാജ്യം വിട്ടു. അന്ന് ആ തകർച്ചയിൽ മിത്ര തിരിച്ചറിഞ്ഞ ഒന്നുണ്ട്: പണത്തേക്കാളും പ്രശസ്തിയേക്കാളും വലുത് കൂടെയുണ്ടാവേണ്ട മനുഷ്യരാണെന്ന്. സഞ്ജയ് തന്നെ വഞ്ചിച്ചപ്പോൾ താൻ അന്ന് ദീപ്തിയോട് കാട്ടിയ അതേ ക്രൂരതയാണ് തനിക്കും നേരിടേണ്ടി വന്നതെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. മിത്ര പിന്നെയും സിനിമകളിൽ സജീവമായി. പോയതെല്ലാം മിത്ര തിരിച്ചു പിടിച്ചു. താൻ എത്ര വലിയ ക്രൂരതയാണ് ദീപ്തിയോട് ചെയ്തത്. മിത്ര പതുക്കെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. ദീപ്തി ആ കുഞ്ഞിനെ വളർത്താൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. താൻ വെറുപ്പോടെ തള്ളിക്കളഞ്ഞ ആ കുഞ്ഞിനെയാണ് ദീപ്തി ഇത്രയും കാലം പ്രാണനെ പോലെ നെഞ്ചോട് ചേർത്തത്. ലക്ഷ്മി മോളുടെ ഓരോ ചിരിയും ദീപ്തിയുടെ വിജയമായിരുന്നു. മിത്രക്ക് ദീപ്തിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ ഭയം തോന്നി. തൻ്റെ നിഴൽ കണ്ടാൽ പോലും ദീപ്തി ഭയപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ ആ കുഞ്ഞ് തൻ്റെ രക്തമാണെന്നും താനാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എന്നും ഉള്ള ചിന്തകൾ മിത്രയുടെ ഉള്ളിൽ തലപൊക്കി തുടങ്ങി. അതേസമയം ഷോപ്പിംഗ് മാളിൻ്റെ മറ്റൊരു കോണിൽ നിന്ന് മിത്രയെ ഷാരോൺ കണ്ടിരുന്നു. ദീപ്തിയെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴെല്ലാം നിരീക്ഷിക്കാൻ ആദ്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഷാരോണിനെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഷാരോൺ
ഫോണിൽ ആദിത്യനെ വിളിച്ചു. ആദി, കളി നമ്മൾ വിചാരിച്ചതിലും വലുതാവുകയാണ്. മിത്ര മാഡം ആ കുഞ്ഞിനെ കണ്ടു. അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി യുദ്ധം നിനക്കും ദീപ്തിക്കും ഇടയിൽ മാത്രമല്ല, മിത്രയും ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആദി ഞെട്ടിത്തരിച്ചു നിന്നുപോയി. ഷാരോൺ, നീ എന്തേ പറയുന്നത്? മിത്രയോ? മിത്ര ദീപ്തിയോട് എന്തെങ്കിലും സംസാരിച്ചോ? ആദി വെപ്രാളത്തോടെ ചോദിച്ചു. സത്യമാദി, ദീപ്തിയെ മിത്ര കണ്ടു, ഒപ്പം നിങ്ങളുടെ മോളെയും. പക്ഷേ ദീപ്തി മിത്രയെ കണ്ടിട്ടില്ല. ആദി ദീർഘമായി ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ എന്താണ് ഷാരോൺ? അവൾക്ക് ആ കുഞ്ഞിനെ വേണ്ടല്ലോ, ആദി ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാവോ ആദി? നിനക്കും മുമ്പ് അതിനെ വേണ്ടായിരുന്നല്ലോ, ഇപ്പോൾ വേണമെന്നായി. അതേപോലെ തന്നെ ആണെങ്കിലോ മിത്രയുടെ മനസ്സും. ഷാരോൺ പറഞ്ഞ വാക്കുകൾ ആദിയുടെ ഉള്ളിൽ തറച്ചു കയറി. ഷാരോൺ, എൻ്റെ കുഞ്ഞ്. നീ വിഷമിക്കാതെ, ഞാൻ ഒന്ന് നോക്കട്ടെ. വേണ്ടതുപോലെ നമുക്ക് അർജുനുമായി കൂടി ആലോചിച്ച് ചെയ്യാം, ഷാരോൺ ആദിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. തുടരും. സൂര്യകാന്തി ഒരൊറ്റ പാർട്ടോടുകൂടി കഥ എന്തായാലും അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.